വെൽക്കം ടു മൈ ചാനൽ ദൃശ്യം വ്ളോഗ്. ഞാനും നീയും ഒന്നാണേ ഭാഗം 47. ഭവ്യയെ വീട്ടിൽ നിന്നും മാറ്റി അമ്മയ്ക്കും ഭവ്യയ്ക്കും അനിയത്തിക്കും താമസിക്കാനായിട്ട് അനന്തൻ ഒരു ഫ്ലാറ്റ് വാങ്ങി. അവരുടെ സംരക്ഷണ ചുമതല അനന്തൻ ഏറ്റെടുത്തു. സമയം കിട്ടുമ്പോഴെല്ലാം അനന്തൻ അങ്ങോട്ട് പോകുമായിരുന്നു. അങ്ങനെയാണ് ഇപ്പോൾ ഭവ്യ പ്രഗ്നൻ്റായി 3 മാസമാണ്. അതിനിടയ്ക്ക് സമയം കിട്ടുമ്പോഴെല്ലാം അനന്തനും സൂര്യനും വംശിയെ പ്രകോപിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. അതിന് കൂട്ടായിട്ട് മുത്തശ്ശിയും. മുത്തശ്ശിക്ക് അവൾ വേദനിക്കുന്നത് ഒരു ഹരമായി മാറിയിരിക്കുകയാണ്. പിന്നെ അച്ഛനും മുത്തശ്ശിയുമായി ഫോണിൽ സംസാരിക്കുമ്പോൾ എല്ലാം താനും ഇടയ്ക്കിടെ കൂടാറുണ്ട്. പക്ഷേ തന്നെ കാണാറില്ല എന്ന് മാത്രം. അവൾക്ക് തൻ്റെ ശബ്ദം കേൾക്കണമെന്ന് പറയുമ്പോൾ ഫോൺ ചെയ്യും. അപ്പോൾ അച്ഛൻ ഒന്നും അറിയാത്തതുപോലെ എൻ്റെ അടുത്ത് വന്ന് നിന്ന് സംസാരിക്കും. തനിക്കറിയാം കോളിൽ മയൂരി ഉണ്ടെന്ന്. അതുകൊണ്ട് നന്നായിട്ട് സംസാരിക്കും അച്ഛനോട്. തൻ്റെ സംസാരം കേൾക്കുമ്പോൾ അവൾ ആ ഫോൺ നെഞ്ചിലേക്ക് വെച്ച് കിടക്കുന്നത് അവൻ കണ്ടിട്ടുണ്ട്. ഭവ്യയുടെയും മയൂരിയുടെയും പേടി മാറ്റാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു പിന്നീട്. ഭവ്യ കുറച്ചൊക്കെ അതിൽ നിന്ന് മാറിയെങ്കിലും മയൂരി പൂർണ്ണമായിട്ടും മാറിയിട്ടില്ല. അവൾക്ക് ഇപ്പോഴും സൂര്യന് അപകടം പറ്റും എന്നുള്ള പേടിയാണ്. സൂര്യനെ അവർ ഉപദ്രവിക്കും എന്നുള്ള പേടിയിലാണ്. ആ പേടി മാറ്റിയെടുക്കാനാണ് ഇപ്പോൾ അച്ഛൻ ശ്രമിക്കുന്നത്. കുഞ്ഞിപ്പെണ്ണിൻ്റെ കരച്ചിലാണ് സൂര്യനെ ഓർമ്മയിൽ നിന്നും കൊണ്ടുവന്നത്. അപ്പോൾ കണ്ടു മീനാക്ഷി ചേച്ചി എടുത്തുകൊണ്ടുവരുന്ന കുഞ്ഞിപ്പെണ്ണിനെ. എന്തുപറ്റി? അവൻ വേഗം ചെന്ന് കുഞ്ഞിനെ എടുത്തു. മോള് ബാത്റൂമിലാണ്. അപ്പോൾ തുടങ്ങിയതാണ് കരച്ചിൽ എന്ന് പറഞ്ഞ് മീനാക്ഷി ചേച്ചി കുഞ്ഞിനെ സൂര്യൻ്റെ കയ്യിൽ കൊടുത്തു. സൂര്യൻ്റെ കയ്യിൽ ചെന്നതും അവളുടെ കരച്ചിൽ നിന്നു. പിന്നെ അവിടെ അച്ഛൻ്റെയും മകളുടെയും ലോകം തന്നെയായിരുന്നു. ബാത്റൂമിൽ നിന്നും ഇറങ്ങിയ മയൂരി കുഞ്ഞിനെ കാണാതെ ചോദിച്ചപ്പോൾ അച്ഛൻ കൊണ്ടുപോയി എന്ന് മീനാക്ഷി ചേച്ചി പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞ് കുഞ്ഞിൻ്റെ 90 അതിൻ്റെ ചടങ്ങുകൾക്ക് വേണ്ട കാര്യങ്ങൾ ഒരുക്കുകയായിരുന്നു അച്ഛനും സതീഷേട്ടനും എല്ലാം. സൂര്യൻ മയൂരി കാണാതെ മാറി നിൽക്കുന്നുണ്ട്. ഒരു പേര് കണ്ടുപിടിക്കാൻ മയൂരി അച്ഛനെ ഏൽപ്പിച്ചു. അച്ഛൻ കുറേ പറഞ്ഞു അവളോട് കണ്ടുപിടിക്കാൻ. പക്ഷേ അത് വേണ്ട. അച്ഛൻ എന്തെങ്കിലും പറഞ്ഞ് സൂര്യനോട് ഇഷ്ടപ്പെട്ട പേര് ഒന്ന് ചോദിക്കാൻ അവൾ പറഞ്ഞു. അത് കേട്ട സൂര്യൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരിയായിരുന്നു. എന്നാൽ സൂര്യൻ അവളെ തന്നെ ആ ജോലി വീണ്ടും ഏൽപ്പിച്ചു. ഒരുപാട് കഷ്ടപ്പെട്ട് വിഷമങ്ങൾ സഹിച്ചാണ് അവൾ ആ കുഞ്ഞിന് ജന്മം നൽകിയത്. അതുകൊണ്ട് കുഞ്ഞിന് പേരിടാനുള്ള ധർമ്മം അവൾക്കാണ് എന്ന് സൂര്യൻ ഉറപ്പിച്ചു പറഞ്ഞു. രാവിലെ കുളിച്ച് കുഞ്ഞിനെ ഒരുക്കി മയൂരി. സൂര്യൻ വാങ്ങി അച്ഛനെ ഏൽപ്പിച്ച നല്ല കസവിൻ്റെ സെറ്റുമുണ്ട് ധരിച്ച് അവൻ അവൾക്ക് വേണ്ടി പുതിയ ആഭരണങ്ങൾ വാങ്ങിയിരുന്നു. അതും ഇട്ടുകൊണ്ട് കുഞ്ഞിനെ കൊണ്ട് പൂജാമുറിയുടെ അടുത്ത് വന്നു. അപ്പോഴാണ് മുറ്റത്ത് ഒരു വണ്ടി വന്നു നിന്നത്. അച്ഛൻ പുറത്തുനിന്ന് കൂട്ടിക്കൊണ്ടുവന്ന ആളെ കണ്ടതും മയൂരിയുടെ കണ്ണുകൾ വിടർന്നു. മുത്തശ്ശി. മുത്തശ്ശി മാത്രമല്ല, ഭവ്യയും. അനന്തൻ സൂര്യൻ്റെ ഒപ്പം തന്നെ മറഞ്ഞു നിന്നു. മുത്തശ്ശിയും അച്ഛനും ഭവ്യയും മയൂരിയുടെ അടുത്തേക്ക് ചെന്നു. വന്നതും മുത്തശ്ശി അവിടെയുള്ള സോഫയിൽ ഇരുന്നു കുഞ്ഞിനെ മടിയിലേക്ക് വാങ്ങി. മുത്തശ്ശിയുടെ അടുത്ത് തന്നെ ഭവ്യയും ഇരുന്നു. കുഞ്ഞിനെ കണ്ണിമ വെട്ടാതെ നോക്കി നിന്നു. സമയമായതും മുത്തശ്ശി തന്നെ കുഞ്ഞിൻ്റെ അരയിൽ പഞ്ചലോഹം കൊണ്ടുള്ള ചരടും അരഞ്ഞാണവും ഇട്ടുകൊടുത്തു. ഇതെല്ലാം മറഞ്ഞു നിന്ന് സൂര്യനും അനന്തനും കണ്ടു. സൂര്യൻ്റെ കണ്ണുകൾ നിറഞ്ഞു. തൻ്റെ കുഞ്ഞിൻ്റെ ചടങ്ങ് മാറി നിന്ന് കാണുന്നതിൽ വേദന അവന് ഉണ്ടെന്ന് അനന്തന് മനസ്സിലായി. എന്താ മോളെ കുഞ്ഞിൻ്റെ പേര് കണ്ടുപിടിച്ചിരിക്കുന്നത്? മുത്തശ്ശി ചോദിച്ചതും അവൾ അച്ഛനെ നോക്കി. അച്ഛൻ മുത്തശ്ശിയുടെ ചെവിയിൽ ഒരു പേര് പറഞ്ഞു. അത് കേട്ടതും മുത്തശ്ശിയുടെ കണ്ണുകൾ വിടർന്നു. മുത്തശ്ശിക്ക് അറിയാം സൂര്യൻ അവിടെ എവിടെയുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ മുത്തശ്ശി ചുറ്റും ഒന്ന് കണ്ണോടിച്ചു. എന്നിട്ട് മുത്തശ്ശി ആ പേര് 3 പ്രാവശ്യം വിളിച്ചു. സൂര്യാംശി. ആ പേര് കേട്ടതും സൂര്യൻ ഒന്ന് ഞെട്ടി അനന്തനെ നോക്കി. പിന്നെ കണ്ണുകൾ നിറച്ചുകൊണ്ട് കുഞ്ഞിനെ എടുത്തു നിൽക്കുന്ന മയൂരിയെയും. സൂര്യൻ്റെ അംശത്തിൽ പിറന്നവൾ സൂര്യാംശി. കുഞ്ഞിൻ്റെ ആ പേര് വിളിക്കുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഒരു തുള്ളി കണ്ണുനീർ കുഞ്ഞിൻ്റെ കവിളിൽ വീണു. പെട്ടെന്ന് അവളെ ആരോ പിന്നിലൂടെ കെട്ടിപ്പിടിച്ചു. അവളൊന്ന് ഞെട്ടി. ആ സാന്നിധ്യം അറിഞ്ഞതുപോലെ അവളുടെ ശരീരം ഒന്ന് വിറച്ചു. അവൾ പുറകിലൂടെ ചുറ്റിപ്പിടിച്ച ആളുടെ നെഞ്ചിലേക്ക് ചേർന്ന് നിന്നു. സൂര്യേട്ടൻ. അവൾ വിളിച്ചതും അവൻ്റെ കൈയുടെ മുറുക്കം കൂടി. എന്നാൽ ഒട്ടും സൂര്യൻ്റെ ആ നീക്കം പ്രതീക്ഷിക്കാതിരുന്ന ബാക്കി കണ്ടു നിന്നവർ എല്ലാവരും ഞെട്ടി. അവൾ പതിയെ തല ചരിച്ച് അവനെ നോക്കാൻ ശ്രമിച്ചതും അവൻ സമ്മതിക്കാതെ അവളുടെ തോളിൽ തല കുനിച്ചുകൊണ്ട് നിന്നു. ഇനിയും
മറഞ്ഞു നിൽക്കാൻ എനിക്ക് വയ്യ. നീ ഇല്ലാതെ എനിക്ക് പറ്റുന്നില്ലടി. ജീവൻ പോകുന്നത് പോലെ തോന്നുവാണ് എനിക്ക്. അവൻ പറയുന്നത് കേട്ടതും അവിടെയുണ്ടായിരുന്ന ബാക്കി എല്ലാവരും അവർക്ക് സംസാരിക്കാൻ മാത്രം അവിടെ നിന്നും പുറത്തേക്ക് പോയി. അപ്പോഴും മയൂരിയുടെ കയ്യിൽ കുഞ്ഞുണ്ട്. ഭവ്യ മയൂരിയുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ വാങ്ങി. അവളും പുറത്തേക്ക് പോയി. ഇനിയും നിനക്ക് എൻ്റെ അടുത്ത് നിന്ന് മറഞ്ഞു നിൽക്കാനാണ് നീ ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ ഊട്ടിയിൽ നിന്ന് മല ഇറങ്ങുന്ന ഞാൻ തിരിച്ച് വീട്ടിലെത്തുമ്പോൾ എൻ്റെ വെള്ള പുതപ്പിച്ച ശരീരമായിരിക്കും. അത് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇനി നീ ഇവിടെ നിന്ന് വേണമെങ്കിൽ ഓടി ഒളിച്ചോളൂ. എൻ്റെ മുന്നിൽ നിന്നും എൻ്റെ ജീവിതത്തിൽ നിന്നും നീ ഓടി ഒളിച്ചോ. അവൻ പറയുമ്പോൾ അവൻ്റെ കണ്ണുനീർ അവളുടെ ഷോൾഡറിൽ വീണ് അവളുടെ കഴുത്തിലൂടെ നെഞ്ചിലേക്ക് ഒലിച്ചിറങ്ങുന്നുണ്ട്. ഇനിയും പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് തോന്നിയ അവൾ അവൻ്റെ കൈ അവളുടെ വയറിൽ നിന്നും പതിയെ മാറ്റി തിരിഞ്ഞു നിന്നു. ഒരുപാട് നാളുകൾക്ക് ശേഷം അവനെ കണ്ട സന്തോഷത്തിൽ അവൾ അവൻ്റെ മുഖം 2 കൈക്കുമ്പിളിലും എടുത്തുകൊണ്ട് അവൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി. കണ്ണുകൾ അപ്പോഴും നിറഞ്ഞൊഴുകുകയാണ്. അവൻ അവളുടെ അരയിൽ 2 കൈകൊണ്ടും വെച്ച് അവളെ അവനിലേക്ക് അടുപ്പിച്ച് പിടിച്ചു. കണ്ണുകൾ രണ്ടും ചുവന്ന് കലങ്ങിയിരിക്കുന്നു. അപ്പോഴും കണ്ണുനീർ ഒഴുകുന്നുണ്ട്. അത് കണ്ട് മയൂരിക്ക് ഇനിയും പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് തോന്നി. ആ നിമിഷം അവൾ അവൻ്റെ കണ്ണുനീരിനെ അവളുടെ ചുണ്ടുകളാൽ ഒപ്പിയെടുത്തു. കണ്ണുകൾ അടച്ച് അവൻ അവളുടെ ചുണ്ടിനെ അവൻ്റെ കവിളിൽ സ്വീകരിച്ചു. അപ്പോഴും കണ്ണുകൾ മുറുക്കി അടച്ച് കണ്ണുനീർ ഒഴുകിക്കൊണ്ടിരുന്ന സൂര്യനെ അവൾ പ്രണയത്തോടെ അവൻ്റെ മുഖമാകെ ചുംബനങ്ങൾ കൊണ്ട് മൂടി. അവൻ്റെ ചുണ്ട് വിതുമ്പുന്നത് പോലെ തോന്നിയ അവൾ പെട്ടെന്ന് അതിന് സമ്മതിക്കാത്തതുപോലെ അവൻ്റെ ചുണ്ടുകളെ കവർന്നെടുത്തു. ആ നിമിഷം അടഞ്ഞുപോയ കണ്ണുകൾ സൂര്യൻ വലിച്ചു തുറന്നു അവളെ നോക്കി. കണ്ണുകളടച്ച് തൻ്റെ ചുണ്ടുകളെ നുണഞ്ഞുകൊണ്ടിരിക്കുന്ന അവളെ അവൻ പ്രണയത്തോടെ സ്നേഹത്തോടെ നോക്കി. ദീർഘനേരത്തെ ചുംബനം. അവൾ തളർന്നു എന്ന് തോന്നി. അവൻ്റെ ചുണ്ടുകളെ അവൻ്റെ ചുണ്ടുകളിൽ നിന്ന് മോചിപ്പിച്ച ആ സമയം അവൾ കണ്ണു തുറന്നു. 2 പേരുടെയും കണ്ണുകൾ തമ്മിൽ പരസ്പരം ഉടക്കി. ഇനിയും നിനക്ക് എൻ്റെ അടുത്ത് നിന്ന് അകന്നു മാറണോ? എൻ്റെ കുഞ്ഞിപ്പെണ്ണിനെ എൻ്റെ അടുത്ത് നിന്ന് നിനക്ക് അകറ്റി മാറ്റണോ? പറയ്, അകറ്റി മാറ്റണോ നിനക്ക്? അകറ്റി നിർത്തണോ എൻ്റെ അടുത്ത് നിന്ന് എൻ്റെ കുഞ്ഞിനെ? അവൻ ചോദിച്ചതും അവൾ അവനെ ഇറുകി പുണർന്നു. വേണ്ട, ഞാനും തളർന്നു പോയി തുടങ്ങി. എനിക്ക് പറ്റുന്നില്ല. എൻ്റെ കുഞ്ഞിന് അവളുടെ അച്ഛൻ വേണം സൂര്യേട്ട. അവളുടെ അച്ഛൻ്റെ സാമീപ്യം, സ്നേഹം എല്ലാം അറിഞ്ഞു വേണം എൻ്റെ കുഞ്ഞ് വളരാൻ. അല്ല, നമ്മുടെ കുഞ്ഞ് വളരാൻ. എനിക്കും ശ്വാസം മുട്ടി തുടങ്ങി. പക്ഷേ എൻ്റെ സൂര്യേട്ടൻ്റെ ജീവന് ആപത്ത് സംഭവിക്കുമെന്നുള്ള പേടി. അതാണ് സൂര്യേട്ട ഞാൻ സൂര്യേട്ടൻ്റെ അടുത്ത് വരാതെ എന്നെ പിൻവലിച്ചു കൊണ്ടിരിക്കുന്നത്. മയൂരി, ഇങ്ങനെ മറ്റുള്ളവരെ ഭീഷണിക്ക് മുന്നിൽ ഓടി ഒളിക്കാൻ നിന്നാൽ അതിന് നേരെ ഉണ്ടാകൂ. ഇപ്പോൾ നീ അങ്ങനെ ചെയ്തത് കൊണ്ട്, മറ്റുള്ളവരുടെ ഭീഷണിക്ക് മുന്നിൽ നീ ഓടി ഒളിച്ചത് കൊണ്ട് നമ്മുടെ ഏറ്റവും മനോഹരമായ എത്ര നിമിഷങ്ങളാണ് നഷ്ടപ്പെട്ടത്. എൻ്റെ കുഞ്ഞിൻ്റെ വരവറിയിച്ചത് അത് മുതൽ അവളുടെ ഓരോ വളർച്ചയെയും നിൻ്റെ അടുത്ത് നിന്ന് തൊട്ടറിയാൻ പറ്റാതെ പോയില്ല എനിക്ക്. സ്നേഹിക്കാനും എൻ്റെ കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് നിൻ്റെ ഈ വയറിൽ അവൾ വലിപ്പം വയ്ക്കുന്നതും അവളുടെ അനക്കവും അറിയാൻ പറ്റാതെ അതെനിക്ക് നീ നഷ്ടപ്പെടുത്തി കളഞ്ഞില്ലേ മയൂരി? അവൻ പറയുമ്പോൾ അവൾ പൊട്ടിക്കരഞ്ഞു പോയിരുന്നു. മതി, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാം സംഭവിച്ചു. ഇനി ഒന്നും തിരിച്ചു പിടിക്കാൻ പറ്റില്ല. പക്ഷേ അതിന് പകരം നീ എനിക്ക് ഒരു വാക്ക് തരണം. അവൻ പറയുമ്പോൾ നിറക്കണ്ണുകളോടെ തന്നെ സൂര്യനെ മയൂരി നോക്കി. എൻ്റെ മോളുടെ വളർച്ച കാണാൻ അനുവദിക്കാതിരുന്ന നിനക്ക് ഞാൻ തരുന്ന പണിഷ്മെൻ്റ് എന്താണെന്നറിയോ? ഇനി എൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് അത്രയും മക്കളെ നീ തരണം. അവരുടെ എല്ലാ വളർച്ചയും അനക്കങ്ങളും എല്ലാം എനിക്ക് കാണാൻ സാധിക്കണം. സമ്മതിച്ചോ? അപ്പോൾ അവനത് പറയുമ്പോൾ അവൻ്റെ വാക്കുകളിൽ അവളൊന്ന് ഞെട്ടി അവനെ നോക്കി. ആ വാക്കുകളിൽ ഒരു കുറുമ്പായിരുന്നു. പിണക്കമല്ല, ദേഷ്യമല്ല, വാശിയല്ല, പരിഭവമല്ല, കുറുമ്പ് മാത്രമാണ് എന്ന് അവൾക്ക് തോന്നി.
എൻ്റെ കുഞ്ഞിൻ്റെ വളർച്ച വരവ് എന്നെ അറിയിക്കാതിരുന്നതിന് ഞാൻ നിനക്ക് തരുന്ന പണിഷ്മെൻ്റാണ്. സമ്മതിച്ചോ? അവൻ അവളുടെ മുഖം കൈക്കുമ്പിളിൽ എടുത്തുകൊണ്ട് ചോദിച്ചതും, എന്താടാ മോനെ നീ പറഞ്ഞത്? ഞാൻ കേട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ അകത്തേക്ക് വന്നു. അച്ഛൻ്റെ പുറകെ തന്നെ എല്ലാവരും വന്നു. അപ്പോഴാണ് അനന്തനെയും അവൾ കാണുന്നത്. കൂടെ അവൻ ചേർത്ത് പിടിച്ച ഭവ്യയെയും. ഭവ്യ കുഞ്ഞിപ്പെണ്ണിനെ എടുത്തിട്ടുണ്ട്. അനന്തേട്ടൻ ചേർത്ത് പിടിച്ചിരിക്കുന്നു. അപ്പോഴാണ് അവൾ ശ്രദ്ധിക്കുന്നത്. നെറ്റിയിൽ സിന്ദൂരം, കഴുത്തിൽ കിടക്കുന്ന ആ താലി കണ്ടതും അവൾ സൂര്യനെ ഒന്ന് നോക്കി. അവനൊന്ന് കണ്ണു ചിമ്മി കാണിച്ചു. അല്ല, നീ എന്താ പറഞ്ഞത്? നിന്റെ കുഞ്ഞിൻ്റെ വളർച്ച അറിഞ്ഞില്ലെന്നോ? നീ കുഞ്ഞിൻ്റെ വരവ് അറിഞ്ഞില്ലെന്നോ? അങ്ങനെ എന്തൊക്കെയോ പറയുന്നത് കേട്ടല്ലോ. നിന്നെ ഇവിടെ എത്തിച്ചത് മുതൽ ഇവൻ നിന്റെ കൂടെ തന്നെയുണ്ട് മോളെ. കുഞ്ഞിൻ്റെ വരവ് അറിയിച്ചത് ഡോക്ടർ ആദ്യം ഇവനോട് തന്നെ നേരിട്ടാണ്. നീ ഉറങ്ങിക്കിടക്കുമ്പോൾ പോലും നീ അറിയാതെ നിന്റെ കൂടെ ഇവൻ ഉണ്ടായിട്ടുണ്ട്. അതിന് ഡോക്ടറോട് എന്താണെന്നറിയോ ഇവൻ പറഞ്ഞത്? എൻ്റെ പെണ്ണിന് രാത്രി ഉറക്കമില്ല, ഉറങ്ങാതിരിക്കുകയാണ് എന്ന്. അപ്പോൾ ഡോക്ടർ കുഞ്ഞിൻ്റെ ആരോഗ്യത്തെയും മോളുടെ ആരോഗ്യത്തെയും ബാധിക്കാത്ത രീതിയിലുള്ള മരുന്ന് കൊടുത്തു. നീ അതിൽ നന്നായി ഉറങ്ങി. ആ സമയത്തെല്ലാം നിന്റെ കൂടെ ഇവനുണ്ട്. പിന്നെ ആദ്യം ഈ കുഞ്ഞിപ്പെണ്ണിനെ കയ്യിൽ വാങ്ങിയതും നിന്റെ കുഞ്ഞിൻ്റെ അച്ഛൻ തന്നെയാണ്. അതുകൊണ്ട് മോൾ ഒന്നുകൊണ്ടും ഓർത്ത് വിഷമിക്കേണ്ട. അവൻ അച്ഛൻ എന്ന നിലയിലുള്ള എല്ലാ കടമകളും അവൻ അറിഞ്ഞും കൂടെ നിന്നും ചെയ്തിട്ടുമുണ്ട്. അച്ഛൻ പറഞ്ഞതും സൂര്യൻ മയൂരിയെ ഒന്ന് നോക്കി. ഇപ്പോൾ അവളുടെ മുഖത്തെ ഭാവം എന്താണെന്ന് ആർക്കും മനസ്സിലായില്ല. കുഞ്ഞിപ്പെണ്ണ് ഭവ്യയുടെ കയ്യിൽ ഇരുന്ന് ചിണുങ്ങുന്നത് കണ്ടതും സൂര്യൻ കുഞ്ഞിനെ വാങ്ങി. സൂര്യൻ്റെ അടുത്ത് വന്നതും അവൾ കരച്ചിൽ നിർത്തിയതും അവൻ്റെ മുഖത്ത് നോക്കി ചുണ്ടുകൾ പിളർത്തി എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നതും എന്തൊക്കെയോ ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നത് കേട്ടതും മയൂരി സൂര്യനെയും കുഞ്ഞിനെയും നോക്കി തന്നെ നിന്നു. മോള് പേടിക്കണ്ട, അവർ രണ്ടുപേരും നല്ല കൂട്ടാണ്. മോൾ ഉറങ്ങിക്കഴിഞ്ഞാൽ അവൻ്റെ നെഞ്ചിൽ ചൂടുകൊണ്ടാണ് കുഞ്ഞിപ്പെണ്ണ് ഉറങ്ങാറ്. അതുകൊണ്ട് അച്ഛൻ്റെ സാമീപ്യം അവൾക്ക് പുതുമയുള്ളതല്ല. എല്ലാം കേട്ടതും മയൂരിക്ക് സന്തോഷമാണോ സങ്കടമാണോ തോന്നുന്നത് എന്ന് അറിയില്ല. മോളെ, മുത്തശ്ശി അവളുടെ അടുത്തേക്ക് വന്നു. നിന്റെ സ്നേഹം പരിശുദ്ധമാണ്. അതുപോലെ തന്നെ നിന്റെ ദൗർബല്യം സ്നേഹത്തിന് വിലങ്ങുതടി ആവുന്നുണ്ട്. നീ നിന്റെ ഭർത്താവിനെ സ്നേഹിക്കേണ്ട എന്നല്ല പറയുന്നത്. സ്നേഹിക്കണം, പക്ഷേ അത് മറ്റുള്ളവർ ചൂഷണം ചെയ്യാനുള്ള ഒരു അവസരമാക്കി നീ മാറ്റരുത്. എൻ്റെ സ്നേഹത്തെ, പ്രണയത്തെ മറ്റുള്ളവർ മുതലെടുക്കുകയാണ് എന്ന് നീ മനസ്സിലാക്കാത്തതുപോലെ എനിക്ക് തോന്നുന്നു. വംശി, അവൾ പറയുന്നത് കേട്ട് നിന്റെ ഭർത്താവിനെ ഇട്ടിട്ട് പോരാനേ ഉണ്ടായിരുന്നുള്ളൂ. നിനക്ക് നിന്റെ ഭർത്താവിനോടുള്ള വിശ്വാസമില്ലായ്കയാണ് അവൾ മുതലെടുത്തത്. നീ എന്തും അവനോട് തുറന്നു പറയും എന്ന് അവൾക്ക് ധാരണ ഉണ്ടായിരുന്നെങ്കിൽ അവൾ ഒരിക്കലും ഇതുപോലെ നിന്നെ ഭീഷണിപ്പെടുത്തുമായിരുന്നില്ല. അവൾക്കറിയാം സൂര്യനെ വേദനിച്ചാൽ നിനക്ക് താങ്ങാൻ പറ്റില്ല എന്ന്. അതാണ് അവളും അവളുടെ സഹോദരനും നിങ്ങൾക്കെതിരെ ആയുധമാക്കി ഉപയോഗിച്ചത് തന്നെ. ഇനി ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളുടെ നിന്നെ അവർ കൊണ്ടുപോകും. ഇപ്പോൾ സൂര്യനാണെങ്കിൽ അടുത്തത് നിന്റെ മുന്നിൽ വന്ന് വിലപേശാൻ പോകുന്നത് നിന്റെ ഈ കയ്യിലിരിക്കുന്ന ഈ കുഞ്ഞിനെ ആയിരിക്കും. കുഞ്ഞിനെ കയ്യിൽ വെച്ചിട്ട് അവർ നിന്നോട് സൂര്യനെ കൊല്ലാൻ പറഞ്ഞാൽ നീ കൊല്ലുമോ? മുത്തശ്ശി, മയൂരി വിളിച്ചു. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അങ്ങനെ അവർ പറഞ്ഞാൽ അപ്പോൾ നീ എന്തു ചെയ്യും? മുത്തശ്ശി ചോദിച്ചതും അവൾ ഒന്നും മിണ്ടാതെ നിന്നു. ഇതാ മോളെ പറയുന്നത്. പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയുക തന്നെ വേണം. ഒരു പ്രാവശ്യം അനുഭവമുള്ളതല്ലേ. അന്ന് നീയും ഇവനും നമ്മളെല്ലാവരും ഒരുപാട് അനുഭവിച്ചതല്ലേ. ഇനിയും നീ പറയാതിരുന്നാൽ എങ്ങനെയാണ്? അതുകൊണ്ട് നീ ഉറച്ച തീരുമാനമെടുക്കുക. എന്ത് പ്രശ്നമുണ്ടാകുമെന്ന് പറഞ്ഞാലും, ഇനി ഞങ്ങളിൽ ആരെ കൊല്ലുമെന്ന് പറഞ്ഞാലും, എന്തിന് നിന്റെ കയ്യിലിരിക്കുന്ന ഈ കുഞ്ഞിനെ കൊല്ലുമെന്ന് പറഞ്ഞാലും നിനക്ക് ധൈര്യത്തോടെ അത് സൂര്യനോട് പറയാൻ പറ്റണം. കാരണം അവനിൽ നീയൊരു വിശ്വാസം വച്ചേ പറ്റൂ. നിന്റെ ഭർത്താവിന് നിന്നെയും നിന്റെ കുഞ്ഞുങ്ങളെയും നീ സ്നേഹിക്കുന്ന എല്ലാവരെയും സംരക്ഷിക്കാൻ പറ്റുമെന്നുള്ള ഒരു വിശ്വാസം. അതാണ് മോളെ നീ ആദ്യം കൊണ്ടുവരേണ്ടത്. സ്നേഹമാണ് നിനക്ക് നിന്റെ ഭർത്താവിനോട്, പക്ഷേ അതിൻ്റെ ഒപ്പം തന്നെ വിശ്വാസവും വേണം. നിന്നെ ഏത് ആപത്ഘട്ടത്തിലും കൂടെ ചേർത്ത് പിടിക്കും എന്നുള്ളൊരു വിശ്വാസം നിനക്ക് സൂര്യനിൽ ഉണ്ടായേ പറ്റൂ. അങ്ങനെയില്ലാത്ത കാലം
നിങ്ങളുടെ ജീവിതം എപ്പോഴും ഇതുപോലെ തന്നെയായിരിക്കും. മുത്തശ്ശി പറയുമ്പോൾ അതെല്ലാം സത്യമാണെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ അവൾ മിണ്ടാതെ നിന്നു. അമ്മേ, മതി. ഇനിയിപ്പോൾ എന്തായാലും പേടിച്ചതുപോലെ ഒന്നും സംഭവിച്ചില്ലല്ലോ. പെട്ടെന്ന് ഇവൻ കയറി വന്നപ്പോൾ ഞാനൊന്ന് പേടിച്ചു. എന്തായാലും കുഞ്ഞിൻ്റെ വരവോടുകൂടി തന്നെ എല്ലാം ഭംഗിയായല്ലോ എന്നോർക്കുമ്പോൾ സന്തോഷമുണ്ട്. വിശേഷങ്ങൾ ഒരുപാട് പറയാനുണ്ട്. പറയാം. ആദ്യം നമ്മുടെ കുഞ്ഞിപ്പെണ്ണിൻ്റെ 90 സദ്യ കഴിച്ചാലോ? ഇന്ന് ഒരു പ്രത്യേകത കൂടിയുണ്ടല്ലോ. അവളുടെ അച്ഛനും അമ്മയും ഒരുമിച്ച് അവളുടെ ഒപ്പം അവളോട് ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. അപ്പോഴേക്കും കുഞ്ഞിപ്പെണ്ണ് കരഞ്ഞു തുടങ്ങി. അത് എന്തിനാണെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ. എന്നാ മോളെ, കുഞ്ഞിന് പാല് കൊടുത്ത് ഉറക്ക്. അപ്പോഴേക്കും ഞങ്ങൾ പോയി എല്ലാം ഒന്ന് എടുത്തു വയ്ക്കാം എന്ന് പറഞ്ഞ് മീനാക്ഷി ചേച്ചിയും സതീഷേട്ടനും കൂടി പുറത്തേക്ക് പോയി. അവരുടെ പുറകിൽ തന്നെ ബാക്കിയുള്ളവരും. വിശേഷങ്ങളൊക്കെ പറയാം. ആദ്യം നീയും നിൻ്റെ ഭർത്താവും കുറച്ചു നേരം ഒറ്റയ്ക്കിരിക്കുക. നിൻ്റെ കുഞ്ഞിപ്പെണ്ണും കൂടി പാല് കൊടുത്ത് ഉറക്കിയിട്ട് രണ്ടുപേരും കൂടി വാ എന്ന് പറഞ്ഞ് ഭവ്യയും അനന്തനും പുറത്തേക്ക് പോയി. സൂര്യൻ ചെന്ന് വാതിലടച്ചു. മയൂരി കുഞ്ഞിപ്പെണ്ണിനെ കൊണ്ട് ബെഡിലേക്ക് വന്നിരുന്നു. അവൾ സാരി പതിയെ മാറ്റി ബ്ലൗസ് തുറന്നു. കുഞ്ഞിന് പാല് കൊടുത്തു തുടങ്ങി. കുഞ്ഞിപ്പെണ്ണ് പാല് കുടിക്കുമ്പോൾ സാരി കൊണ്ട് കുഞ്ഞിൻ്റെ മുഖം മറയുന്നത് കണ്ട് സൂര്യൻ അവളുടെ അടുത്തേക്ക് വന്നു. അവളുടെ സാരി മാറിൽ നിന്നും വലിച്ചു മാറ്റി. എൻ്റെ കുഞ്ഞിനെ ശ്വാസം മുട്ടിക്കോ നീ? അവൻ ചോദിച്ചതും അവൾ അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. എന്തിനാ നീ എന്നെ ഇങ്ങനെ നോക്കുന്നത്? ഞാനല്ലേ നിന്നെ ദേഷ്യത്തിൽ നോക്കേണ്ടത്? സൂര്യൻ ചോദിച്ചു. അത് കേട്ടതും അവൾ ഒന്നും മിണ്ടാതെ തന്നെ അവനെ നോക്കി നിന്നു. ഇങ്ങനെ ഒരുപാട് നേരം നോക്കിയോ? കുഞ്ഞിപ്പെണ്ണിന് 1 വയസ്സ് തികയുന്നതിന് മുമ്പ് തന്നെ അടുത്ത ആളെ ഞാനങ്ങ് തരും. ആ ആള് വന്ന് 1 വയസ്സ് തികയുന്നതിന് മുമ്പ് തന്നെ അടുത്ത ആളുടെ വരവും ഞാൻ അറിയിക്കും. അങ്ങനെ ഞാൻ എൻ്റെ പ്രതികാരം തീർക്കും. സൂര്യൻ പറഞ്ഞതും മയൂരി ചിരിച്ചു പോയി. എത്ര നാളായി പെണ്ണേ ഈ ചിരി കണ്ടിട്ട് എന്ന് പറഞ്ഞ് അവൻ അവളുടെ അടുത്തേക്ക് വന്ന് ചേർന്ന് നിന്നു. അപ്പോഴും എന്തൊക്കെയോ ശബ്ദങ്ങളുണ്ടാക്കി പാല് കുടിക്കുകയാണ് കുഞ്ഞിപ്പെണ്ണ്. അവളുടെ പരിഭവം തീർക്കുന്നതാണ്. സൂര്യേട്ടാ, മോളുടെ പേരിഷ്ടപ്പെട്ടോ? അവൾ ചോദിച്ചു. ആ പേരിലല്ലേടി എനിക്ക് നിന്റെ അടുത്തേക്ക് വരാൻ ഇനിയും പിടിച്ചു നിൽക്കാൻ പറ്റാതാക്കിയത്? സൂര്യൻ പറഞ്ഞുകൊണ്ട് അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. പതിയെ പതിയെ കുഞ്ഞിൻ്റെ പാലുകുടി മാറിയതും അവിടെ നിന്നും അവളുടെ മുഖം മാറിയതും മയൂരി അറിഞ്ഞു. അത് മനസ്സിലായതുപോലെ സൂര്യൻ കുഞ്ഞിപ്പെണ്ണിനെ കയ്യിലെടുത്തുകൊണ്ട് തോളിൽ ഒന്ന് തട്ടി. മയൂരി സൂര്യൻ ചെയ്യുന്നത് നോക്കിയിരിക്കുകയായിരുന്നു. ഇതൊന്നും ആൾക്ക് പുതുമയല്ല എന്ന് അവൾക്ക് മനസ്സിലായി. അവൾ കുഞ്ഞിപ്പെണ്ണിനെ ബെഡിൽ കിടത്തി നന്നായി പുതപ്പിച്ചു കൊടുത്തു. കുഞ്ഞിനെ അവൻ കിടത്തുന്നത് നോക്കി മയൂരി നിന്നു. അവൻ കുഞ്ഞിനെ ബ്ലാങ്കറ്റ് കൊണ്ട് നന്നായി പൊതിയുന്നത് കണ്ട് മയൂരി എഴുന്നേറ്റു. അവൻ മാറിൽ നിന്നും മാറ്റിയ സാരി ഉടുക്കാൻ പോയതും ആ സമയം അവൻ അവളുടെ അടുത്തേക്ക് വന്നു. അഴിച്ചത് ഞാനല്ലേ, എനിക്കറിയാം കുത്തിത്തരാൻ എന്ന് പറഞ്ഞ് അവൻ അവളുടെ അടുത്തേക്ക് വന്നു. വേണ്ട, ഞാൻ ചെയ്തോളാം. വേണ്ട, എനിക്കറിയാം ചെയ്യാൻ. അവൻ അല്പം ഗൗരവത്തിൽ പറഞ്ഞതും അവൾ പിന്നെ ഒന്നും മിണ്ടിയില്ല. അവൻ്റെ നോട്ടം താങ്ങാൻ പറ്റാതെ മയൂരി മുഖം കുനിച്ചു നിന്നതും അവൻ അവളെ താടിയിൽ പിടിച്ച് മുഖമുയർത്തിക്കൊണ്ട് പറഞ്ഞു, ഇപ്പോൾ ഒന്നും ചെയ്യില്ല. ഞാനിതെല്ലാം പലിശയും പലിശയുടെ പലിശയും കൂട്ടുപലിശയും ചേർത്ത് തരുന്നുണ്ട്. ഇപ്പോഴല്ല, അതുവരെ നീ എൻ്റെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് സൂര്യൻ അവളുടെ അരയിലൂടെ ചേർത്ത് അവനിലേക്ക് പിടിച്ചുകൊണ്ട് അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. ഇപ്പോൾ സ്റ്റോറി നേരത്തെയാണ് തരുന്നത്, അതുകൊണ്ട് ലൈക്ക് മറക്കരുത് കേട്ടോ. ലൈക്ക് കുറഞ്ഞാൽ വീണ്ടും ഞാൻ പഴയ പോലെ ചങ്കരൻ തെങ്ങേ തന്നെയെന്ന് പറയില്ലേ, അതുപോലെ വീണ്ടും പഴയ പോലെ പോകും. അതുകൊണ്ട് ലൈക്ക് തരണം കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്തേക്കണേ. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.